തിരുവമ്പാടിയിലെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് അല്പസമയത്തിനകം മൃതദേഹം എത്തിക്കുമെന്നതാണ് കരുതുന്നത്. പക്ഷേ അതും എപ്പോൾ എന്നത് പറയാൻ കഴിയുന്നില്ല. അവിടെ കാത്തുനിൽപ്പുണ്ട് ജനങ്ങൾ. വലിയ കിലോമീറ്ററുകളോളം നീളത്തിൽ അവിടെയും ബാഹുല്യമുണ്ട് എന്നാണ് എസ് വിജയകുമാർ നൽകിയ വിവരം. അവിടെ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് മാറണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്പസമയം മുൻപ് എന്തോ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് അവിടെ വന്നിരുന്നു. അതെന്താണ് എന്നുള്ളത് നമുക്ക് അല്പസമയത്തിനകം അറിയാൻ കഴിയും. ഒരുപക്ഷെ എല്ലാവരും അവിടെ നിന്ന് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് പോകണമെന്ന് പറയാനായിരിക്കാം. അരമണിക്കൂർ ആക്കി വെട്ടിക്കുറച്ചിട്ടുണ്ട് അവിടുത്തെ പൊതുദർശനം. അതുകൊണ്ട് ഈ വന്നു നിൽക്കുന്ന ആളുകൾക്കൊന്നും അവിടെ കാണാൻ അവസരമുണ്ടാകില്ല. എന്നാൽ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് എത്തിയാൽ അതിന് അവസരമുണ്ടാകും എന്ന് തന്നെയാണ് പാർട്ടി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. സംസ്കാരം 4 മണിക്ക് എന്ന് പറഞ്ഞത് നീണ്ടുപോകാനുള്ള സാധ്യത തള്ളിക്കളയാനും കഴിയില്ല എന്നതാണ്. കാരണം ആളുകളെ അവഗണിച്ചുകൊണ്ട് VS അച്യുതാനന്ദൻ ഒരു ജീവിതമുണ്ടായിരുന്നില്ല. അത് അവസാനം വരെ അങ്ങനെ തന്നെ ആയിരിക്കണം എന്നതുകൊണ്ട് തന്നെയാണ് ആ തരത്തിലേക്ക് നീണ്ടുപോകുന്നത്. 22 മണിക്കൂർ എടുത്തുകൊണ്ട് തിരുവനന്തപുരത്ത് ആലപ്പുഴയിലേക്ക് വിലാപയാത്ര എത്തിയെന്ന് പറയുമ്പോൾ തന്നെ ജനങ്ങൾ എത്രത്തോളം അദ്ദേഹത്തെ ആദരിക്കുന്നു, എത്രത്തോളം സ്നേഹിക്കുന്നു എന്നതിന് അത് മാത്രം മതി ഒരു തെളിവ്. ഹാഷ്മി താജ് ഇബ്രാഹിം വസതിയിൽ നിന്ന് തുടരുന്നുണ്ട്. ഹാഷ്മി, നേരത്തെ ഒരു പ്രധാനപ്പെട്ട അനൗൺസ്മെന്റ് അവിടെയും ഉണ്ടായിരുന്നു. അതെന്താണ് പറഞ്ഞിരുന്നത്? ഈ മൃതദേഹം എപ്പോഴാണ് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നത് എന്നതൊക്കെ കൃത്യമായി ഇപ്പോൾ പാർട്ടിക്ക് പറയാൻ കഴിയുന്നുണ്ടോ ഹാഷ്മി? അല്ല അനുജ, ഒരു ഘട്ടത്തിൽ ഇവിടുന്ന് 1:30 എടുത്തേക്കും എന്ന ചില സൂചന ഉണ്ടായിരുന്നു. പക്ഷേ അത് പ്രാക്ടിക്കലല്ല എന്ന അത് എന്താണ് അതിന് നേതൃത്വം നൽകുന്നവർക്ക് തന്നെ മനസ്സിലായ കാര്യങ്ങൾ. പക്ഷേ അതിനുശേഷം ഇപ്പോൾ എല്ലാവരെയും കടത്തിവിടാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ അനൗൺസ്മെന്റ് ബൂത്തിൽ വരുന്നത്. എല്ലാവരും വളരെ വേഗത്തിൽ ആദ്യം 4 പേരായി അകത്തെ കടത്തിവിടണമെന്ന് പോലീസുകാർക്കും റെഡ് വോളണ്ടിയർമാർക്കും നിർദ്ദേശം നൽകുന്നു. ഇപ്പോൾ 2 ലൈനാക്കി, നേരത്തെ 1 ലൈനായിരുന്നു, നേരത്തെ 2 ലൈനാക്കി കൂടുതൽ പേരെ അകത്തെ കൊണ്ടുപോവുകയാണ്. 1:30 എന്ന് പറഞ്ഞ് ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല അനുജ. കാര്യം നമുക്കറിയാം, ഇപ്പോഴും ഇത്ര വളരെ വേഗത്തിൽ ഈ ക്യൂ മുന്നോട്ടൊക്കെ നീങ്ങുമ്പോഴും ഇതിന്റെ വാലറ്റം കിലോമീറ്ററുകൾ നീണ്ടു കിടക്കുകയാണ്. അതിനിടയിൽ 1:30 എന്ന് പറഞ്ഞ മൃതദേഹം ഇവിടെ നിന്ന് ആ ഭൗതിക ശരീരം ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അതൊരു പക്ഷേ അത് VSന്റെ പ്രിയപ്പെട്ടവർക്ക് വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു നീക്കവും തീരുമാനമായേനെ. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാവണം അതിനിടയിൽ ഇവിടുത്തെ MLA വളരെ വേഗം പുറത്തേക്ക് പോയി തിരിച്ചകത്തേക്ക് പോകുന്നത് കണ്ടു. ഒരു പക്ഷേ MLAയുടെ നിർദ്ദേശമൊക്കെ അതിനകത്ത് ഉണ്ടാവണം. 1:30 എന്നുള്ള സമയകൃത്യതയ്ക്ക് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ അത് വലിയ പരാതിക്കും അത് വലിയ സങ്കടങ്ങൾക്കും വേദനകൾക്കും അത് ഇടയാക്കും എന്ന് തിരിച്ചറിയും. കാര്യം അനുജ, ഈ നിൽക്കുന്ന മനുഷ്യന്മാരൊക്കെ ഇപ്പോൾ വന്നവരല്ല. ഈ നിൽക്കുന്ന മനുഷ്യന്മാരൊക്കെ ഇന്നലെ രാത്രിയും ഇന്ന് ഏറെ പുലർച്ചെ 4 മണി 5 മണി 6 മണി സമയത്തൊക്കെ വന്ന് അങ്ങനെ തമ്പടിച്ച് നിൽക്കുന്ന മനുഷ്യന്മാരാണ്. അവരോട് ഇതുവരെയുള്ള പൊതുദർശനം എന്ന് പറയാൻ കഴിയില്ല. കാര്യം അത് VS ആണ്, മറ്റൊരു നേതാവ് അത്രത്തോളം പ്രിയങ്കരാണ്. അതുകൊണ്ടാണ് ആ പ്രതിബദ്ധതയിലാണ്, ആ നിറഞ്ഞ സ്നേഹത്തിലാണ് അവർ ഈ മണിക്കൂറായി ഒരക്ഷരം മിണ്ടാതെ കുടിവെള്ള ജലപാനമില്ലാതെ അവരിവിടെ അങ്ങനെ വെയിറ്റ് ചെയ്ത് അപ്പോൾ ആ തീരുമാനം മാറി. 1:30 എന്നുള്ള തീരുമാനത്തിലേക്ക് ഏതാണ് അനൗൺസ്മെന്റ് ബൂത്തിലേക്ക് വന്നതാണ്. പിന്നീട് ആ തീരുമാനം മാറി. ഇപ്പോൾ ഉണ്ടാകും നിരന്തരം അനൗൺസ്മെന്റ്. വളരെ വേഗതയിൽ ഈ പ്രവർത്തകരെ അകത്തേക്ക് അല്ലെങ്കിൽ അനുഭാവികളെ VSനെ ഇഷ്ടപ്പെടുന്നവരെ ഈ തടിച്ചുകൊണ്ട് നിൽക്കുന്ന ജനസഞ്ചയ മുഖരിതമായ തെരുവുകളെ വളരെ വേഗതയിൽ അകത്തേക്ക് കടത്തിവിടാനുള്ള നിർദ്ദേശമാണ് പോലീസിനും റെഡ് വോളണ്ടിയർമാർക്കും അകത്തുനിന്ന് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. അപ്പോൾ പരമാവധി വേഗതയിൽ എല്ലാവരെയും അകത്തേക്ക് കയറ്റി കാണിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലുള്ള ഉദ്ദേശം. പക്ഷേ അങ്ങനെ ഇനി ഇങ്ങനെ കടത്തിവിട്ട് കഴിഞ്ഞാലും ഇപ്പം DC ഓഫീസിലേക്ക് മന്ത്രി സജി ചെറിയാൻ പറയും മട്ടിൽ 3 മണിക്ക് അല്ലെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ DC ഓഫീസിലേക്കൊക്കെ എത്തും, 3 മണിയാകും എത്താൻ എന്നൊക്കെ DC സജി ചെറിയാനൊക്കെ പറയുന്നത് എങ്ങനെയാണ് പ്രാക്ടിക്കൽ ആകുന്നത് എന്ന കാര്യം മനസ്സിലാകുന്നതേ ഇല്ല. കാര്യം ഇപ്പോഴും അതിന്റെ ടൈലന്റ് അങ്ങ് കിടക്കുകയാണ് അനുജ. അങ്ങ് എന്ന് പറഞ്ഞാൽ ആ ബൈപ്പാസിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ടൈലന്റ് കയറിയിട്ടില്ല. ടൈലന്റ് പിന്നെയും കൂടുന്നു. കടപ്പുറത്ത് ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോൾ തന്നെ നിൽക്കുന്നു. DC ഓഫീസിൽ ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോൾ തന്നെ നിൽക്കുന്നു. അങ്ങനെ സമാനതകളില്ലാത്ത വലിയ യാത്രാമൊഴി ഒരു നാട് VS അച്യുതാനന്ദൻ നൽകുകയാണ്. VSന് ഈ നാട് എത്രമേൽ പ്രിയങ്കരമാണെന്നും ഈ നാട് VSനെ എത്രത്തോളം ഹൃദയത്തിന്റെ ആഴത്തിൽ, ഓരോ മനുഷ്യരും ഹൃദയത്തിന്റെ ആഴത്തിൽ അങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ട കാരണവരായോ, ഏറ്റവും പ്രിയപ്പെട്ട പിതൃതുല്യനായോ, ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യരായോ കണക്കാക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചന കാണുകയാണ്. അതുകൊണ്ട് വളരെ വേഗതയിൽ മുന്നോട്ടേക്ക് പോകുന്ന ആ ക്യൂ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കാണാം. വളരെ വേഗതയിൽ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. മുദ്രാവാക്യം വിളിച്ച് കയ്യിൽ റീത്തുമായിട്ടൊക്കെ ആ ക്യൂ അങ്ങനെ വളരെ വേഗതയിൽ മുന്നോട്ട് പോകുന്നു. 1, 2 അങ്ങനെ പരമാവധി വേഗതയിൽ ആൾക്കാരെ തള്ളിവിടുക എന്ന് തന്നെ പറയാം. കാര്യം എത്രയും പെട്ടെന്ന് ഈ പൊതുദർശനം ഒന്ന് പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ പൊതുദർശനം പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ ഇവിടുന്ന് VSനെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട DC ഓഫീസിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. പക്ഷേ എത്ര വേഗതയിൽ എത്ര സ്പീഡിൽ ഈ ക്യൂ മുന്നോട്ടേക്ക് പോയാലും ഇതെപ്പോൾ കഴിയുമെന്നറിയില്ല. ഇതെപ്പോൾ കഴിയുന്നില്ല. VSനെ പിന്നെ കണ്ടോ? ഇല്ല, ഒരുപാട് നേരം വെയിറ്റ് ചെയ്തോ?
കോഴിക്കോട് നിന്ന് വരിക. എപ്പോ എപ്പോ ഇന്നലെ പോയപ്പാ. കാസർഗോഡ് തീർച്ചയായിട്ടും കണ്ടേ പോവുള്ളൂ. അങ്ങനെയാണ് അങ്ങനെ ഒരു എന്താണ് ഒരു സമുദ്രം ഒഴുകുന്ന മട്ടിൽ അകത്തേക്ക് ഒഴുകുകയാണ്. 4 വരിയിൽ 2 വരിയിൽ ആ ജനസഞ്ചയം ഒട്ടാകെ. ഇന്നലെയൊക്കെ ഏതോ നാടുകളിൽ നിന്നൊക്കെ വന്നവരുണ്ട്. കാസർഗോഡ് നിന്ന് വന്നവരുണ്ട്, കണ്ണൂരിൽ നിന്ന് വന്നവരുണ്ട്, ഏതോ നാടുകളിൽ നിന്ന് പ്രിയപ്പെട്ട നേതാവിന് എഴുന്നോക്ക് കാണാൻ വന്ന മനുഷ്യന്മാരാണ് അവർ അവിടെ ക്യൂവിൽ ക്ഷമയോടുകൂടി ഈ സമയം അത്രയും എല്ലാവരും പറഞ്ഞ നിർദ്ദേശങ്ങൾ കേട്ട് ക്ഷമയോടുകൂടി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ കാസർഗോഡ് നിന്നും കോഴിക്കോട്ട് നിന്നും പാലക്കാട്ട് നിന്നും ഒക്കെ ഇന്നലെ മുതൽ വന്ന് കാത്തു നിൽക്കുന്നവരാണ്. അവർക്ക് വി എസിനെ കാണാതെ പോകാൻ കഴിയില്ല. വി എസിന് അവരെ കാണാതെയും അവസാന യാത്രയ്ക്ക് പോകാൻ കഴിയില്ല. അവർ കാത്തു നിൽക്കുകയാണ് ഇപ്പോഴും. പക്ഷേ അല്പസമയത്തിനകം തന്നെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മൃതദേഹം കൊണ്ടുപോകേണ്ടതുണ്ട്. എങ്ങനെയാണത് ക്രമീകരിച്ചിട്ടുള്ളത്, എപ്പോഴാണ് മൃതദേഹം അവിടെ നിന്ന് കൊണ്ടുപോവുക എന്നത് അറിയില്ല. അധികം താമസമുണ്ടാകില്ല എന്ന് കരുതാം.